ജാർഖണ്ഡിൽ രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. ചായ്ബാസയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ബ്ലഡ് ബാങ്കിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി പ്രാഥമികമായ വിലയിരുത്തൽ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണല്ലോ ഇത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ജാർഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത്. 5 കുട്ടികളുടെ ആരോഗ്യം, അവരുടെ ആയുസ് പോലും അപകടത്തിലാക്കുന്ന ഗുരുതരമായ വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ജാർഖണ്ഡിലെ ചായ്ബാസയിലെ സദർ സർക്കാർ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്കാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൽസീമിയ രോഗബാധിതനായ 7 വയസ്സുകാരൻ്റെ കുടുംബമാണ് ഇത് സംബന്ധിച്ച ആദ്യ പരാതി നൽകുന്നത്. ഈ രക്തം സ്വീകരിച്ചതിന് പിന്നാലെ കുട്ടിക്ക് HIV പോസിറ്റീവായി സ്ഥിരീകരിച്ചതായി കുടുംബം പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാലയളവിൽ രക്തം സ്വീകരിച്ച മറ്റ് 4 കുട്ടികൾക്ക് കൂടി HIV ബാധ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് എടുക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ദിനേശ് കുമാറിന്റെ നേതൃത്വത്തിൽ 5 അംഗ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ബ്ലഡ് ബാങ്കിൽ ഗുരുതരമായ വീഴ്ച നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു. രക്തസാമ്പിളുകൾ പരിശോധന നടത്തുന്നില്ല ഈ ബ്ലഡ് ബാങ്കിൽ രക്തം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ. ഒപ്പം തന്നെ ഇതിന്റെ യാതൊരു തരത്തിലുള്ള രേഖകളും റെക്കോർഡ് ബുക്കുകളും സൂക്ഷിക്കുന്നില്ല എന്നും കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെയാണ് ഇതിൽ വീഴ്ച സംഭവിച്ചത്? പരിശോധനയോടെ മാത്രമേ സാധാരണ രീതിയിൽ രക്തം സ്വീകരിക്കുക പതിവുള്ളൂ രക്തബാങ്കിൽ സൂക്ഷിക്കുന്നതിനായി. എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായാണ് അധികൃതർ അറിയിക്കുന്നത്. കർശന നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ജാർഖണ്ഡ് സർക്കാർ പ്രതികരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.